ഇൻസ്റ്റാഗ്രാമിൽ ഹൈപ്പ് ഏറിയ പല ഫുഡ് സ്പോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചക്ക് എന്ന് പറയുന്ന ഒരു ഫുഡ് സ്പോട്ടല്ല, ഒരു ഡ്രിങ്ക് കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ അവിടെ പോയി എനിക്ക് കണ്ടപാടെ തന്നെ എനിക്ക് ട്രൈ ചെയ്യണമെന്നൊക്കെ തോന്നി. എന്തായാലും ഞാൻ അവിടെ പോയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോട്ട് ഇതാണ് കേട്ടോ, ചക്ക് എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് ഷോപ്പ്. അപ്പം ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇതിൻ്റെ നിരയിൽ തന്നെ കുറേ ഷോപ്പ് ഇങ്ങനെ നമ്മുടെ ഒരു സ്ട്രീറ്റൊക്കെ കാണത്തില്ല, അങ്ങനത്തെ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് നിന്ന് കുടിച്ച് സമാധാനത്തിൽ കുടിക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അത്രയ്ക്ക് ക്രൗഡഡ് ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് 199 4 ഷോട്ടിൻ്റെ കോംബോ വരുന്നതാണ് കേട്ടോ. അപ്പം 4 ഫ്രൂട്ട് ഷോട്ടിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പേരയ്ക്കയാണ്, രണ്ടാമത്തത് ഞാവൽപ്പഴം, മൂന്നാമത്തത് മാംഗോ, പിന്നെ ഒന്നിൽ ലൈമും സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി സാധനം. അപ്പോൾ ഇതാണ് ഫ്രൂട്ട് ഷോട്ടായിട്ട് അവർ തന്നുകൊണ്ടിരുന്നത്. അതിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തില്ല, ഈ ഒരു ഐസൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്മോക്കി, ഇതെനിക്ക് ഭയങ്കര കണ്ടപ്പോൾ ഇങ്ങനെ നമ്മുടെ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ കൊടുക്കത്തില്ലേ, ആ ഒരു ഫീലൊക്കെ കിട്ടി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു സംഭവം. അത് വേറെ ലെവലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിഷ്ടമായതുകൊണ്ട് തന്നെ കോംബോ ആയിട്ട് 2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എനിക്കിതിൽ എടുത്തു പറയാൻ എനിക്കിഷ്ടമായത് പേഴ്സണലി, എനിക്ക് ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് ഷോട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈമിൻ്റെ ഒരു സോഡ ബേസ് ചെയ്തിട്ട് അവർ ഫ്രൂട്ട് ഷോട്ട് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് 2 ട്രൈ ചെയ്തോണം. മാംഗോയും പേരയ്ക്കയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ മാംഗോയുടെ പേരയ്ക്കയുടെ കാര്യം പറയുമ്പം ഞാനൊരു മാംഗോ ലവറോ പേരയ്ക്ക ലവറോ അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യുന്ന ആളല്ല. സോ അതുകൊണ്ട് എനിക്ക് അത്രയില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് മാംഗോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ അത് ഭയങ്കര ടേസ്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു. സോ അത് വെർത്തബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 199 4 ഷോട്ടാണ്. അപ്പോൾ എനിക്ക് വെർത്തബിൾ ആണോ ഇല്ലയോ എന്നൊന്നും പറയില്ല, പക്ഷേ എനിക്ക് വെർത്തബിളായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്തായാലും വീണ്ടും പോകും, കാരണം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വന്നതിനൊരു ഉപകാരം ഉണ്ടായി എന്ന് തോന്നി. പിന്നെ എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് സമയം നിന്നിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്ന കുടിക്കാനുള്ള ആ ഒരു സ്പേസ് ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ ഇതിനിടയിലൂടെ. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം അപ്പുറത്തുപ്പുറത്തൊക്കെ ഒരുപാട് ഷോപ്പുണ്ട്, ഫുഡ് ഷോപ്പ്, അതിൻ്റെ ഒരു പ്ലേസ് ആയിട്ടാണ്. പിന്നെ നമ്മൾ 2 പ്രാവശ്യം മേടിച്ച് ട്രൈ ചെയ്തു. എനിക്ക് എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഇഷ്ടമായി വന്നതിന്. ഓക്കെ ആയിരുന്നു, വന്നത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പൊടിയും കൂടെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഷേക്കിൻ്റെ ഒരു തിക്നെസ് വന്നിട്ട് ഭയങ്കര തിക്നെസ്സാണ്, വെള്ളം ചേർത്തിട്ടുണ്ടെന്നേ തോന്നത്തില്ല. അപ്പോൾ ഈ ഒരു സ്പൈസിയും സോൾട്ടും ഈ ഒരു ഫ്രൂട്ടിൻ്റെ ആ ഒരു ഇതും കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. ആ ഒരു എരിവില്ല, ഞാനത് കുടിച്ച് കഴിഞ്ഞ ശേഷവും എൻ്റെ ചുണ്ടിൽ അങ്ങനെ തന്നെ ആ ഒരു എരിവിൻ്റെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, ഉപ്പും മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കത്തില്ല, അതുപോലെ ഉപ്പും മുളക് പൊടിയും ഞാവൽപ്പഴവും ഉപ്പും മുളക് പൊടിയും പേരയ്ക്ക ഉപ്പും മുളക് പൊടിയും മാംഗോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫുഡ് ഷോട്ട് വന്ന് കുടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 199 4 ഷോട്ടാണ് അവർ തന്നത്. 4 ഷോട്ടും വളരെ വളരെ ടേസ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഹൈപ്പിനൊത്ത സംഭവം, ഇൻസ്റ്റാഗ്രാമിൽ ഹൈപ്പിനൊത്ത സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, വെർത്തബിളാണ്. ഞാൻ ഇനിയും ഇവിടെ വരും, സത്യം പറഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യം കുടിച്ചു കേട്ടോ. ഞാൻ ഇനിയും ഇവിടെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ലെമൺ മിക്സ് ചെയ്തിട്ട് ഒരു സോഡയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്, അത് രണ്ടുമാണ് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളിവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ആ ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടുമായിട്ട് ഞാൻ വരാം. ബൈ ബൈ.